അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് തൊട്ടടുത്തെത്തി. 1975 ജൂൺ 25-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അടിയന്തരാവസ്ഥയിലെ കർക്കശ നടപടികളിൽ മുഖ്യമന്ത്രി സി അച്യുതമേനോന് പങ്കുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് പിന്തുണയോടെ കേരളം ഭരിച്ചിരുന്നത് CPI സർക്കാരായിരുന്നു. മുഖ്യമന്ത്രി സി അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി കെ കരുണാകരനുമായിരുന്നു. പോലീസ് നടത്തിയ വേട്ടകളെല്ലാം കെ കരുണാകരന്റെ മാത്രം തീരുമാനമായിരുന്നു. CPI എന്ന രാഷ്ട്രീയ കക്ഷിക്ക് അടിയന്തരാവസ്ഥയിലെ ചെയ്തികളിൽ എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട്? സത്യം പറയട്ടെയിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് 12 ദിവസം മുൻപുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. 1975 ജൂൺ 13. പ്രചാരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ഇന്ദിരാഗാന്ധി ദുരുപയോഗം ചെയ്തുവെന്ന് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ വിധിച്ചതിന്റെ പിറ്റേന്ന് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ചേർന്ന് ഡൽഹിയിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ആ സത്യാഗ്രഹത്തിൽ CPI പങ്കെടുത്തില്ല. തുടർന്നുള്ള 10 ദിവസങ്ങൾ സംഭവബഹുലമായിരുന്നു. രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ അലയടിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPI നിലകൊണ്ടു. ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയതോടെ ഭരണതലത്തിലും പ്രതിപക്ഷത്തും ചടുല നീക്കങ്ങളായിരുന്നു. മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് ഒന്നിച്ചു. അലഹബാദ് ഹൈക്കോടതി അന്തിമ വിധിയിൽ ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം റദ്ദാക്കി. പ്രധാനമന്ത്രിയായിരിക്കാൻ അയോഗ്യയാണെന്ന് വിധിച്ചു. ഇതോടെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യമെങ്ങും പ്രക്ഷോഭം കത്തിപ്പടർന്നു. മുഴുവൻ കണ്ണുകളും സുപ്രീം കോടതിയിലായിരുന്നു. അവധിക്കാല ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് കേസ് പരിഗണിച്ചത്. MP സ്ഥാനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ജസ്റ്റിസ് കൃഷ്ണയ്യർ ശരിവെച്ചു. എന്നാൽ പ്രധാനമന്ത്രിയായി തുടരുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കണ്ടെത്തൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തലേന്ന് ജൂൺ 24, അന്ന് കേരളത്തിൽ ജനാധിപത്യ സംരക്ഷണ ദിനമായിരുന്നു. പ്രതിപക്ഷ കക്ഷികളെല്ലാം പ്രതിഷേധത്തിൽ അണിനിരന്നു. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനമുണ്ടായി. ഈ സമയത്ത് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാക്കി രാഷ്ട്രപതിയുടെ അടുത്തെത്തിച്ചു. ആ രാത്രി രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ടു. ജയപ്രകാശ് നാരായൺ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, മുലായം സിംഗ് യാദവ്, നിതീഷ് കുമാർ, ലാലു പ്രസാദ് യാദവ്, ശരത് യാദവ്, ജോർജ് ഫെർണാണ്ടസ്, രാംവിലാസ് പാസ്വാൻ, രാജ് നാരായൺ. രാജ്യത്തെ തലയെടുപ്പുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇങ്ങനെ അറസ്റ്റിലായി. ഇവരെയൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും മുൻപ് തന്നെ പോലീസ് വന്ന് ജയിലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി 8 മണിക്ക് ശേഷമായിരുന്നു അത്യന്തം രഹസ്യമായ ഈ നീക്കം. മാധ്യമങ്ങൾക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചതോടെ ഇത് വാർത്തയായി പുറത്തെത്താനുള്ള സാധ്യതയും ഇല്ലാതായി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആകാശവാണി മാത്രമായിരുന്നു പ്രവർത്തിച്ച മാധ്യമം. അതിൽ ഇത്തരം വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. അടിയന്തരാവസ്ഥയുടെ കഥ ഇത്രയും എത്തുമ്പോഴാണ് സ്വാഭാവികമായ ആ സംശയം ഉയരുക. ഇവിടെ CPI എവിടെ നിന്നു? സി അച്യുതമേനോനെ പോലെ സൗമ്യനും സർവസമ്മതനുമായ നേതാവ് എന്തെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചോ? അതോ അടിയന്തരാവസ്ഥയെ സ്വാഭാവിക ഭരണ നടപടിയായി സ്വീകരിച്ചു? ജൂൺ 23-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജൂലൈ 7-ന് മുഖ്യമന്ത്രി അച്യുതമേനോൻ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ നീക്കങ്ങൾ കർശനമായി നേരിടാനാണ് ഈ യോഗത്തിൽ സി അച്യുതമേനോൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. പ്രക്ഷോഭങ്ങൾ അനുവദിക്കേണ്ടതില്ല, നിരോധനം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം, പ്രക്ഷോഭത്തിനുള്ള നീക്കം നടക്കുന്നതായി സൂചന ലഭിച്ചാൽ കരുതൽ അറസ്റ്റുകൾക്കും ഈ യോഗമാണ് നിർദ്ദേശം നൽകിയത്. സി അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി കെ കരുണാകരനും ആദ്യാവസാനം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ ഇടപെടൽ ഈ ഒരു യോഗത്തിൽ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി ജൂലൈ 11-ന് ഡൽഹിയിലെത്തി. 2 ദിവസം ഡൽഹിയിൽ തങ്ങിയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി കൂടിക്കാഴ്ചയും നടത്തി.
അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ സംസ്ഥാനത്ത് സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനായിരുന്നു അച്യുതമേനോൻ പ്രധാനമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ജൂലൈ 14 അന്ന് ഒരു പ്രത്യേക ഉത്തരവ് സംസ്ഥാനത്തിറങ്ങി. തൊഴിൽ സ്ഥാപനങ്ങളിൽ സമരം പാടില്ല എന്നായിരുന്നു ആ ഉത്തരവ്. ലംഘിച്ച് സമരം നടത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും വിചാരണ നേരിടണമെന്നും ആ ഉത്തരവിലുണ്ടായിരുന്നു. വക്കം പുരുഷോത്തമനായിരുന്നു അന്നത്തെ തൊഴിൽ മന്ത്രി. സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. കർഷകരിൽ നിന്ന് ബലമായി നെല്ല് സംഭരിച്ചു. ജൂലൈ 16 1200 കിൻഡൽ നെല്ല് കുട്ടനാട്ടിൽ നിന്നും 1000 കിൻഡൽ നെല്ല് പാലക്കാട്ടു നിന്നും പിടിച്ചെടുത്തു. കർഷകരുടെ വീടുകളും സംഭരണ കേന്ദ്രങ്ങളും റെയ്ഡ് ചെയ്തായിരുന്നു നടപടി. അടിയന്തരാവസ്ഥ നിലവിൽ ഇല്ലാതിരുന്നെങ്കിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുമായിരുന്ന നീക്കമായിരുന്നു അത്. സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ ഒരു ഉത്തരവും അടിയന്തരാവസ്ഥയിൽ ഇറങ്ങി. 2ാം ശനിയാഴ്ച ഉൾപ്പെടെയുള്ള അവധികൾ റദ്ദാക്കിയായിരുന്നു ആ ഉത്തരവ്. 15 ഒഴിവു ദിവസങ്ങൾ സെപ്റ്റംബർ 3 ആ ഒറ്റ ഉത്തരവിലൂടെ റദ്ദായി. റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സ് അഥവാ നിയന്ത്രിത അവധി ഒഴിവാക്കുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിൻ്റെതായിരുന്നു തീരുമാനം. മറ്റൊരു കാലത്തും നടപ്പാകാത്ത വേറൊരു ഉത്തരവും അന്നിറങ്ങി. KSRTC ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള റെഗുലേഷനാണ് പാസാക്കിയത്. 20 വർഷത്തെ സർവീസോ 48 വയസ്സോ തികഞ്ഞാൽ ജീവനക്കാരെ പിരിച്ചുവിടാം എന്നായിരുന്നു ആ ചട്ടം. വലിയ തോതിൽ ജീവനക്കാർ പുറത്തു പോകേണ്ടി വന്ന ആ ഉത്തരവും ഒരു പ്രതിഷേധവുമില്ലാതെ നടപ്പായി. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ക്രൂരമുഖം കുടുംബാസൂത്രണത്തിലായിരുന്നു. കേരളത്തിൽ നിർബന്ധിത വന്ധ്യംകരണത്തിന് മറുവശം കൂടിയുണ്ടായിരുന്നു. സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യത്തിന്റെ 25% നേടാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരു ഉത്തരവ് ഇവിടെ ഇറങ്ങി. 1976 നവംബർ 30 ആ ഉത്തരവിറങ്ങിയത്. വന്ധ്യംകരണത്തിന് ആളെ കൂട്ടാൻ ഉദ്യോഗസ്ഥർ ഏതു വിധേനയും നിർബന്ധിതരായത് ആ ഉത്തരവിനെ തുടർന്നാണ്. അടിയന്തരാവസ്ഥയിൽ മാത്രം സാധ്യമാകുന്ന ഒരു ബില്ലും അക്കാലത്ത് തന്നെ പാസായി. സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന എല്ലാ പാലങ്ങളിൽ നിന്നും ചുങ്കം പിരിക്കാനായിരുന്നു ആ ബില്ലിലെ ശുപാർശ. 1976 ഡിസംബർ 23 ടോൾ പിരിക്കാനുള്ള നിയമം പാസാക്കിയത്. അടിയന്തരാവസ്ഥയുടെ ക്രൂരത സംസ്ഥാനത്ത് നടപ്പായില്ല എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ സർക്കാർ ഉത്തരവുകൾ. അച്ചടക്കത്തിന്റെ യുഗം എന്നാണ് ആചാര്യ വിനോബ ഭാവ അടിയന്തരാവസ്ഥയെ വിളിച്ചത്. ആ മനോഭാവമുള്ളവർ കേരളത്തിലും കുറവായിരുന്നില്ല എന്നാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് കാണിച്ചത്. രാജ്യമെങ്ങും കോൺഗ്രസ് വീണിട്ടും കേരളത്തിൽ മാത്രം കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തുകയായിരുന്നു. നമസ്കാരം.